Hey John, give me my regular vodka. Sure, sir. Hi. Hi. എന്തിനെന്നെ ഫോളോ ചെയ്യുന്നേ? ഇന്ത്യയിൽ നിന്ന് പെണ്ണുങ്ങളെ കടത്തി എന്താ ചെയ്യുന്നത്? എന്ത്, പെണ്ണുങ്ങളെ കടത്തിയെന്നോ? അങ്ങനെ ചെറിയ ലാഭമുള്ള ബിസിനസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എന്നാൽ നീ ഇത്രയും തേടിയത് തന്നെ തെറ്റ്. ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന പെണ്ണുങ്ങൾ നീ എന്താ ചെയ്യുന്നതെന്ന് എന്നെ കൊന്നാലും പറയില്ലടാ. ഈ മുറിവിലുള്ള പൊട്ടിയ ഞരമ്പ് നിന്റെ ബ്രെയിനിലേക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ്. ഇറ്റ്സ് ലൈക്ക് എ പെൻ ഡ്രൈവ്. എനിക്ക് നിന്റെ അടുത്ത് വേണ്ട ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് ഡൗൺലോഡ്. പറയാം. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് പെണ്ണുങ്ങളെയല്ല, ലൈവ് ഓർഗൻസ്. ജീവനോടെയുള്ള ശരീരത്തിൽ നിന്നെടുക്കുന്ന ലിവർ, കിഡ്നി, ഹാർട്ടിന് വരെ ഇവിടെ വലിയ മാർക്കറ്റ് ഉണ്ട്. ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ആരാ? ഈ ഓപ്പറേഷൻ്റെയൊക്കെ ബോസായിരുന്നു. ആർക്കും അറിയില്ല. എനിക്ക് വരുന്ന ക്യാഷെല്ലാം ബിറ്റ് കോയിൻസ് ആയിട്ടാണ് വരുന്നത്. എൻ്റെ അറിവിൽ നീ അന്വേഷിച്ചു വന്ന പെണ്ണ് ഇപ്പം മരിച്ചിട്ടുണ്ടാവും. അവളെ ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് ബോഡി ഇപ്പോൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ശ്രീ, നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അന്ന് എത്ര ടൈമിനുള്ള ബ്ലഡ് തന്നെ? ചെന്ന ഉടനെ 5 മിനിറ്റിനുള്ളിൽ അവർ ബ്ലഡ് തന്നു. സാധാരണ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. നിന്റെ കോളേജ് ID കാർഡിൽ അതുണ്ട്. ലക്ഷത്തിൽ ഒരാൾക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാറുള്ളത്. അത്രയും സ്പീഡിൽ ആ ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ബാങ്കിൽ നിന്നും ഈ ബ്ലഡ് കിട്ടില്ല. നിന്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഏതോ ഒരു വലിയ പണക്കാരന് കിഡ്നിയോ ലിവറോ ആവശ്യമുണ്ട്. അതിനാവും നിന്നെ പ്ലാൻ ചെയ്ത് കടത്തിയത് ശ്രീ. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല ശിവ. കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റെ ഓർഗൻസിനെ ലോകത്തുള്ള ഏത് മൂലയിലേക്ക് വേണേലും ട്രാൻസ്ഫർ ചെയ്ത് എത്ര നാൾ വേണേലും സൂക്ഷിക്കാം. അതാണ് അവരുടെ ബിസിനസ്. ഈ 25 ലക്ഷം രൂപയുടെ സ്വിസ് വാച്ച് പറയുന്ന അതേ ടൈം 100 രൂപയ്ക്ക് പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്ന ഡിജിറ്റൽ ക്ലോക്സും പറയും. പക്ഷേ വ്യത്യാസം എന്താണെന്നറിയോ? ദിസ് ഇസ് എ റിമൈൻഡർ. ഇതിലുള്ള 600 കൊച്ചു കൊച്ചു മെക്കാനിക്കൽ പാർട്സിൽ ഒന്ന് സിങ്ക്രണൈസ്ഡ് ആയി വർക്ക് ചെയ്യാതിരുന്നാലും കറക്റ്റായി ടൈം പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. കേരള GRC ഹോസ്പിറ്റലുമായുള്ള ടൈപ്പ് ക്യാൻസൽ ചെയ്തേക്ക്. സാർ, അവരും നമ്മളും തമ്മിൽ ഡയറക്റ്റായിട്ട് ഒരു ലിങ്കും ഇല്ല. മോറോവർ ഒരു CCTV പൊട്ടിയതിന് ഉള്ളിൽ കയറി മുഖം കാണിക്കാതെ ഒരുത്തൻ ക്യാമറ തകർത്തു. ക്യാൻസൽ ചെയ്യേ. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ? ക്യാൻസൽ എന്നാൽ ആ ടീമിലുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, കമ്പൗണ്ടേഴ്സ്, ആംബുലൻസ് ഡ്രൈവേഴ്സ് ആരും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ സർ. അതുപോലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മുടെ കമ്പനിയുടെ വക 2 crores കൊടുത്തേക്ക്. ഓക്കെ സർ, ഞാൻ പറയാം സർ.
ഞാൻ ആദ്യം പറഞ്ഞ ജോലിക്ക് മെല്ലെ തലയാട്ടിയിട്ട് രണ്ടാമത് പറഞ്ഞതിന് വേഗത്തിൽ തലയാട്ടിയെങ്കിൽ നീ നല്ലവനാ. അതുകൊണ്ടല്ല സാർ. ഈ മാസത്തെ നിന്റെ ശമ്പളം കൂടി ചേർത്ത് ആ ഫണ്ടിലേക്ക് കൊടുത്തേക്കട്ടെ. സാർ ഇല്ല സാർ, ഈ മാസം കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് കാര്യവും ഓസിന് നടക്കണം. എന്നെക്കാളും മോശക്കാരനാ നീ. പോയി 2 കാര്യങ്ങൾ ഒരേ സ്പീഡിൽ ചെയ്യും. ശരി സാർ. ഇവിടെ വരെ ഞങ്ങളുടെ ആൾക്കാർ വരാറുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് കിടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ശ്രീ, ശിവ, പേടിക്കണ്ട ശ്രീ. നീ വണ്ടി എങ്ങോട്ടാ പോകുന്നത് മാത്രം നോക്കി പറ. നിന്നെ ഇതൊന്നും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പാർസൽ അയച്ചപ്പോൾ ഇതന്നെയല്ലേ പറഞ്ഞത്.